ദിക്റിന്റെ സദസ്സുകളിൽ, വഅദ് പറയുന്ന സദസ്സുകളിൽ, ഇൽമു പറയുന്ന സദസ്സുകളിൽ ഉറങ്ങുന്ന ഉറക്ക് വളരെ മോശപ്പെട്ട ഉറക്കാണ്. മൂന്നാമത്തെ ഉറക്കേതാണെന്നറിയോ? സുബഹി നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പായിട്ട് ഉറങ്ങുന്ന ഉറക്ക് വല്ലാത്ത മോശമുള്ള ഉറക്കാണ് കേട്ടോ. ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട മകളാകുന്ന ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ സുബഹി നിസ്കരിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നുകൊണ്ട് ഫാത്തിമ ഖൂമി ഫശ്ഹദി റിസ്ഖ റബ്ബികി, എഴുന്നേൽക്കു മോളെ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിത്വമാണ് ബീവി ഫാത്തിമ. ഫാത്തിമ ബീവിയെ നബി സ്നേഹിച്ചതുപോലെ ഒരു മനുഷ്യനെയും നബി സ്നേഹിച്ചിട്ടില്ല. ആ ഫാത്തിമ ബീവിയോട് മോളെ എഴുന്നേൽക്കൂ, ഖൂമി ഫശ്ഹദി റിസ്ഖ റബ്ബികി, അങ്ങയുടെ നിന്റെ റബ്ബ് നൽകുന്നത്. ഞാൻ എന്റെ മുസ്ലിം സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോടും സർവ്വ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന് വേണ്ടി അവൻ പൊരുത്തപ്പെട്ടുകൊണ്ട് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ കൊടുക്കുന്ന കാര്യങ്ങൾക്കാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. കുറെ സമ്പത്തുണ്ടാവുന്ന റബ്ബിന്റെ അനുഗ്രഹമല്ല. ആരോഗ്യം വലിയ അനുഗ്രഹം എന്ന് പറയാനില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹം എന്ന് പറയണമെങ്കിൽ, ബറക്കത്ത് എന്ന് പറയണമെങ്കിൽ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ നേടാൻ കഴിയുന്നതാവണം. സമ്പത്ത് ബറക്കത്തുണ്ടാവൽ എപ്പോഴാ? കുറെ സ്വത്തുള്ളത് കൊണ്ട് ബറക്കത്തുണ്ടാവില്ല. ആ സ്വത്ത് കൊണ്ട് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തൗഫീക്ക് കിട്ടിയാൽ അവന്റെ സ്വത്തിൽ നല്ല ബറക്കത്താണ്. മക്കളിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടമാനം മക്കളുണ്ടാവുക എന്നല്ല, തന്റെ മക്കളെ കൊണ്ട് ആഖിറത്തിലേക്ക് നല്ല ഉപകാരമാണ്. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടമാനം ലാഭം കിട്ടുക എന്നല്ല, മറിച്ച് ആ ചെറിയ കച്ചവടം കൊണ്ട് ആഖിറത്തിലേക്ക് ധാരാളം സമ്പാദിക്കാൻ കഴിയുക എന്നാണ്. ആയുസ്സിന് ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? കുറെ കാലം ജീവിക്കുക എന്നല്ല. ആയുസ്സിലെ ബറക്കത്ത് എന്നാൽ സഹോദരാതിന്റെ അർത്ഥം കുറഞ്ഞ ആയുസ്സാണെങ്കിലും ആ ആയുസ് കാലം കൊണ്ട് എന്തൊക്കെയാണ് ആഖിറത്തിലേക്ക് നേടാൻ കഴിഞ്ഞത്. ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. നമ്മുടെ അനുശേദ്യനെ ബഹുമാനപ്പെട്ട നേതാവ് ശൈഖുന കാന്തപുരം ഉസ്താദ് വല്ലാതെ ബറക്കത്ത് ചെയ്തൊരു മനുഷ്യനാണ്. ആ കാന്തപുരം ഉസ്താദിന്റെ സമയത്തിന് എന്തൊരു ബറക്കത്താണ്. കുറഞ്ഞ ഒരു ദിവസത്തിൽ എത്ര കാര്യങ്ങളാണ് ചെയ്തു തീർക്കുന്നത്. നമുക്ക് പറ്റോ? ഒരിക്കലും പറ്റുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുക എന്നതിന്റെ അർത്ഥം വണ്ണത്തിൽ വർധനമുണ്ടാവലല്ല, എണ്ണത്തിൽ വർധനമുണ്ടാവലല്ല. അതുകൊണ്ട് ആഖിറത്തിലേക്കുള്ള നഫ്ഉ വർദ്ധിക്കലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തോടുകൂടി ആഖിറത്തിലേക്ക് നഫ്ഉ ഉണ്ടാകുന്ന രൂപത്തിൽ എന്തെങ്കിലും പടച്ച റബ്ബ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന സമയം സുബ്ഹിന്റെ സമയമാ. അല്ലാഹ് റിസ്ക് കൊടുക്കുന്ന സമയം, അല്ലാഹ് ബുദ്ധി കൊടുക്കുന്ന സമയം, അല്ലാഹ് ഇൽമു കൊടുക്കുന്ന സമയം, അല്ലാഹ് ആരോഗ്യം കൊടുക്കുന്ന സമയം, എല്ലാം വിതരണം ചെയ്യുന്ന സമയം അത് സുബ്ഹിന്റെ സമയമാ. ഇതുകൊണ്ടാ മുത്തുനബി പറഞ്ഞേ, മോളെ ഫാത്തിമ ഖൂമി എഴുന്നേൽക്കൂ ഫശ്ഹദി റിസ്ഖ റബ്ബികി, നിന്റെ റബ്ബ് കൊടുക്കുന്നതിന് സാക്ഷിയാവുക, അതിന് നീ കാണുക. അതുകൊണ്ട് എന്റെ മുസ്ലിമീങ്ങളോട്, സഹോദരങ്ങളോട്, സുബ്ഹി നിസ്കരിച്ചിട്ട് ആ സുബ്ഹി നിസ്കരിച്ച ശേഷം ഉദയം വരേക്കുമുള്ള സമയമുണ്ട്. ആ സമയത്ത് കിടന്നുറങ്ങരുത്, ഉറങ്ങരുത്. നിങ്ങൾക്കറിയുമോ, ഏത് കാലത്തും സുബ്ഹി വാങ്ക് വിളിച്ചാൽ സൂര്യൻ ഉദിക്കാൻ 1 മണിക്കൂറും 20 മിനിറ്റുമാണ് ഉണ്ടാവുക. അരമണിക്കൂർ ജമാഅത്ത് കാത്തു നിന്നു, 10 മിനിറ്റ് നിസ്കാരവും കൂട്ടിക്കോ. ഇനി വളരെ കുറഞ്ഞ സമയമല്ലേ? ആ വളരെ കുറഞ്ഞ സമയത്ത് നിനക്കറിയുന്ന ദിക്റുകൾ ചൊല്ലിയിട്ട്, നീക്കറിയാവുന്ന ദിക്റുകൾ ചൊല്ലിയിട്ട് അവിടെ അങ്ങ് ഉദയം വരെ ഇരുന്നാൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, നീ ഭൂമി നിറക്കാൻ മാത്രം പാപഭാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബ് പൊറുക്കുന്നതാണ്. ആ സമയത്ത് ഉദിക്കുന്നത് വരെ സൂര്യൻ അതേ സുബ്ഹി നിസ്കരിച്ച അതേ ഇരുത്തത്തിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഏറി വന്നാൽ അരമണിക്കൂർ
സമയമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. അത്രയും സമയം അവിടെ ഇരുന്നിട്ട് അറിയാവുന്ന ദിക്റ് ചൊല്ലിയാൽ അത്ര പുണ്യമുള്ളൊരു അമല് വേറെയില്ല. എത്രത്തോളം സാധാരണ ഖുർആൻ ഓതേണ്ടത് അതും കഴിഞ്ഞ ശേഷമാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണാം. സുബ്ഹി നിസ്കരിച്ച ഉടനെ ഖുർആൻ ഓതലോ, അല്ല നിസ്കരിച്ച ശേഷം ഈ സൂര്യൻ ഉദിക്കുന്നത് വരെ അദ്കാറുകൾ ചൊല്ലലോ പുണ്യം എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി ഉദിക്കുന്നത് വരെ ദിക്റ് ചൊല്ലലാ, അതിനുശേഷം ഖുർആൻ ഓതല. അല്ലെങ്കിൽ സഹോദര ഖുർആൻ ഓദിക്കോ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇങ്ങനെ ആ സമയത്ത് ഉറങ്ങുന്ന ഒരു സ്വഭാവം നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ കുട്ടികളിൽ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ചില സ്ഥലത്തൊക്കെ വല്ലാതെ ആ സമയത്ത് കിടന്നുറങ്ങുന്ന ശൈലിയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട ഒരു സ്വഭാവമാണ്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയാ മുത്തുനബിന്റെ മുമ്പില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് മുത്തുനബിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളെ പോലെയല്ല. 100% റസൂലുള്ളാഹിയിലേക്ക് മാത്രമാണ് ശ്രദ്ധയുള്ളത്. തലക്കുമീത പക്ഷികൾ പറക്കും പോലെ അച്ചടക്കത്തിൽ ഇരിക്കുന്ന സ്വഹാബ. ആ സ്വഹാബത്ത് ഇങ്ങനെ ഒരു കടകുമണി താഴെ വീണാൽ, എന്തെങ്കിലും ചെറിയ ശബ്ദം താഴേക്ക് വീണാൽ അറിയുന്ന അത്രയും ശ്രദ്ധപൂർവം ഇരിക്കുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. ഒരു സ്വഹാബി എഴുന്നേൽക്കുന്നു. ആരാണ്? ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇമാം അബൂ ഈസാ മുഹമ്മദ് ഇബ്നു ഈസ തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജാമിഉൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറയുന്നു, മുത്തുനബിയേ, എനിക്ക് വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എനിക്ക് മനസ്സിലാകാത്തതുണ്ട്, അതിന്റെ വിവക്ഷ എനിക്ക് മനസ്സിലാകാത്തതുണ്ട്. തങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ആ ആയത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്കറിയില്ല, തങ്ങൾ വിവരിച്ചു തരുമോ? ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുന്നു, മുത്തുനബിയെ, സൂറത്തുൻ നബഇലില്ലയോ, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. അതേ സൂറന്ന കാഹളത്തിൽ കൂടി അനൗൺസ്മെന്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഖിയാമത്ത് നാളൊക്കെ ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചതിന് ശേഷം, എല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷം, സർവ്വ ജീവജാലങ്ങളും മരിച്ചതിന് ശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളം പിടിച്ചിട്ട് ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. യാ അയ്യുഹൽ നിളാമുൽ ബാലിയ വൽ ഔസ്വാലുൽ മുതഖത്തിഅ واللحوم المتمزقة والشعور المتفرقة اجمعوا لفصل القضاء. ഇതാ ചിന്നിച്ചിതറിയ മാംസപേശികളെ, മണ്ണിൽ പീസ് പീസായിട്ട് ചേർന്ന മൺതരികളായി തീർന്ന ശരീരത്തിലെ മാംസങ്ങളെ, ഇതാ വിട്ടി വിരിഞ്ഞുപോയി എല്ലിൻ കഷണങ്ങളെ, എല്ലാവരും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഒരുമിച്ച് കൂടിക്കോളൂ എന്ന് വിളിച്ചു പറയുമ്പോ, എവിടെയൊക്കെ മനുഷ്യന്മാരെ മറവ് ചെയ്തിട്ടുണ്ട്, എവിടെയെല്ലാം മനുഷ്യന്റെ അവശിഷ്ടങ്ങളുണ്ട്, എല്ലാ മനുഷ്യന്മാരെയും പടച്ചറബ് ഒരുമിച്ച് കൂട്ടുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ഏതെല്ലാം മനുഷ്യരെ അതാ വൈദ്യുതി ശ്മശാനത്തിൽ കൊണ്ടുപോയി കരിക്കപ്പെട്ടവരുണ്ടാകാം, അല്ലാതെ കൊണ്ടുപോയി കരിച്ചവരുണ്ടാവാം. അതേ ഷോമേ രവിയുടെയൊക്കെ മരണപ്പെട്ട സമയത്ത് അവരെ ചിതാഭസ്മം കരിച്ചിട്ട് ചിതാഭസ്മം കൊണ്ടുപോയി ചന്ദ്രനിൽ വിതറി എന്ന് കാണാം. അതുപോലെ എവിടെയെല്ലാം മനുഷ്യന്റെ ചിതാഭസ്മങ്ങളുണ്ടോ, എവിടെയെല്ലാം മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ, നമ്മുടെ അറിയപ്പെട്ട പല ആളുകളും മരണപ്പെട്ടപ്പോ അവരെ ചിതാഭസ്മം കൊണ്ടുപോയി സരയൂ നദിയിൽ ഒഴുക്കിയിട്ടില്ലേ, കാവേരിയിൽ ഒഴുക്കിയിട്ടില്ലേ, നമ്മുടെ ഭാരതപ്പുഴയിൽ ഒഴുക്കിയിട്ടില്ലേ? എവിടെയൊക്കെ മനുഷ്യന്റെ ശരീരം മറവ് ചെയ്തിട്ടുണ്ടോ, പള്ളിപ്പുര ഇടങ്ങളിൽ, സെമിത്തേരികളിൽ, പള്ളിക്കാടുകളിൽ, അതിന്റെ പുറമെ എവിടെയൊക്കെ കരിച്ചിട്ട് വെണ്ണുനീരാക്കിയിട്ട് വിതറിയിട്ടുണ്ടോ, അവിടെ നിന്ന് മുഴുവനും മനുഷ്യന്മാർ എഴുന്നേറ്റ് വരുന്നു. എങ്ങനെ എഴുന്നേറ്റ് വരുന്നു? നിങ്ങൾ പാറ്റകൾ പൊടിയുന്നത് കണ്ടിട്ടില്ലേ? ആ പാറ്റ പൊടിയും പോലെ കബറുകൾ നീ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളെല്ലാവരും പല സംഘങ്ങളായിട്ടാണ് വരുന്നത്, പല വിങ്ങുകളായിട്ടാണ് വരുന്നത്.